ഹോഡ് ഓഫ് വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമുക്കൊന്ന് മൂന്നാർ വരെ പോയാലോ? മൂന്നാർ വട്ടവട. അതെ, ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വട്ടവടയിലോട്ടാണ്. പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നമ്മുടെ ഈ വ്ളോഗിൽ കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ളോഗ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിയോടൊക്കെ കൂടെ തന്നെ ഇറങ്ങിയിട്ടോ. നേരത്തെ ഇറങ്ങിയാലാണ് നമുക്കധികം ട്രാഫിക്കും ബ്ലോക്കൊന്നും ഇല്ലാതെ എത്താൻ പറ്റുക. പോണ വഴിക്ക് അധികം കാഴ്ചകളൊന്നുമില്ല, പക്ഷേ ഓൾമോസ്റ്റ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത കാരണം കൊണ്ട് പോണ വഴിക്കൊക്കെയുള്ള ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ ഫുൾ ഇതുപോലെ ഫോഗായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കാഴ്ച എന്ന് പറയുന്നത് നേര്യമംഗലം എത്തിയിട്ടാണ്. നേര്യമംഗലം എത്തിയപ്പോഴേക്കും നമുക്ക് കുറേ മലനിരകളും കുറച്ച് ഫോഗൊക്കെ കാണാം, ഇങ്ങനെ ക്ലൗഡ് ബെഡ് പോലെയൊക്കെ കാണാൻ പറ്റി. പിന്നെ മൂന്നാറിലോട്ടുള്ള ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞ പോലെ ഇതാ വരുന്നു നമ്മുടെ നേര്യമംഗലം പാലം. പിന്നീടുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നല്ല അടിപൊളി കാട്ടിക്കൂടെയാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന കാരണം കൊണ്ട് ആ ഒരു മരത്തുമൊക്കെ തട്ടി സൂര്യപ്രകാശം വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കാടിനും മേടിഞ്ഞ് ആസ്വദിച്ച് നമ്മൾ യാത്ര മൂന്നാറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ദെൻ നമ്മുടെ ഫസ്റ്റ് വാട്ടർഫോൾസ് ആണ് ചിയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നിർത്തി ഈ വാട്ടർഫോൾസൊക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ നമ്മൾ മുന്നൊക്കെ വരുമ്പോൾ ഇവിടെ ഇറങ്ങാറുണ്ട്. അത് കാരണം നമ്മൾ ഇപ്രാവശ്യം നമ്മളിവിടെ ഇറങ്ങണില്ല കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ വരും നമ്മുടെ വോളറ വാട്ടർഫോൾസ്. ഇത് താഴെ നിന്നാണ് കേട്ടോ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കാണാൻ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പോണ റൂട്ടിൽ കാണാൻ പറ്റുന്ന നല്ല 2 സ്പോട്ടാണ്. നമ്മളങ്ങനെ അടിമാലിയിൽ എത്തിയിട്ടോ. അപ്പോൾ സമയം 8 മണിയാണ്. അപ്പോൾ അടിമാലിയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിക്കാണ് കേട്ടോ. ഒരു അന്നപൂർണ്ണ ഹോട്ടലാണ്. നമ്മൾ സ്ഥിരം മൂന്നാർ വരുമ്പോൾ കയറുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് കയറുന്നത് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അവിടെ ഒരു ആവറേജ് ഫുഡ് എന്നാ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല. നെക്സ്റ്റ് നമ്മൾ ഓൺ ദ വേ ടു മൂന്നാർ. ഇപ്പോൾ മൂന്നാർ പോണ റൂട്ടിലായിട്ട് ഫുൾ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീതി കൂട്ടുന്ന വർക്ക് കുറേ ഡിസ്റ്റൻസോളം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പോണ വഴിക്കായിട്ട് കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ കാടൊക്കെ കഴിഞ്ഞ് പിന്നീട് തേയിലത്തോട്ടം സ്റ്റാർട്ടായി. അതിനൊപ്പം തന്നെ പള്ളിവാസലിൻ്റെ ഒരു കാട് പിടിച്ചു കിടക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ നമ്മൾ മൂന്നാർ തേയിലത്തോട്ടമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലോട്ട് എൻ്റർ ചെയ്തിട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാർ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് തോന്നും. കാരണം നമ്മൾ ഏകദേശം മൂന്നാർ എത്തിയല്ലോ. ഇനി കുറേ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ ഒരു അടക്കടക്കിയ പോലെ ഇരിക്കുന്ന കാണാൻ ഈ ഒരു കാഴ്ച ഒരു പ്രത്യേക ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ മൂന്നാറിലെ അടിപൊളി തേയിലത്തോട്ടത്തിൽ കൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് വാൽപ്പാറയിൽ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലേസ് ഓർമ്മ വന്നിട്ടാ. ഈ ഒരു പോർഷൻ ഭയങ്കര അടിപൊളിയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ നിർത്തിയിട്ടുണ്ട്. കുറേ ഷോപ്സും ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റൂട്ടിലുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് നമ്മളെത്തി നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമും. ഈ ഒരു മാട്ടുപ്പെട്ടി ഡാമിലാണ് ഇനി നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ സീപ്ലെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ മൂന്നാറെത്തും. അപ്പോൾ അത് സൂൺ ഇനി നിലവിൽ വരും. എന്തായാലും നിലവിൽ വരുന്നതാണ് നമ്മുടെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ.
ഗൈസ് നമ്മളങ്ങനെ മാട്ടുപെട്ടി കഴിഞ്ഞ് എക്കോ പോയിന്റ് എത്തിയിട്ടു. എക്കോ പോയിന്റിൽ നമ്മൾ ജൂണിൻ്റെ ഒരു ക്യാപ്പൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിക്കണം. അവിടെ ഒരുപാട് കടകളുണ്ട് ഈ ഒരു ഏരിയയിലായിട്ട്. നമുക്ക് ജൂണിൻ്റെ ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ജൂനൂനൊരു ക്യാപ്പൊക്കെ എടുത്തിട്ടാ. ഇവിടെ കുറേ കടകളൊക്കെ തുറന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ, കാരണം നമ്മൾ നേരത്തെ മൂന്നാർ എത്തിയായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് എക്കോ പോയിന്റിൽ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പം നമ്മളൊരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തി. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകലേന്ന് കുണ്ടള ഡാം കാണാൻ പറ്റുന്നുണ്ടോ. ഇതിപ്പോൾ കുണ്ടള ഡാമാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് ഇതുപോലെയുള്ള കുറേ നല്ല സീനിക് ബ്യൂട്ടി കൂടെയാണ് നമ്മുടെ യാത്ര. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു 35 കിലോമീറ്റർ യാത്രയും ചെയ്ത് വട്ടവട ചെക്ക് പോസ്റ്റിലോട്ടാണ് കേട്ടോ. അങ്ങനെ മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്ററും താണ്ടി നമ്മളിതേ വട്ടവട ചെക്ക് പോസ്റ്റിലെത്തിയിട്ടോ. ഇവിടെ നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓഫീസേഴ്സ് നമ്മുടെ അടുത്ത് പറയും ഇവിടെ പോണ വഴിയിൽ നമ്മുടെ ഈ ഒരു പാമ്പാടിച്ചുള്ള നാഷണൽ പാർക്കിലോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയും. നിർത്താനൊന്നും പാടത്തൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഡീറ്റെയിൽസും കൊടുത്ത് നമ്മളിതേ നേരെ നമ്മുടെ വട്ടവടയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ കേട്ടോ. ഈ ഒരു പോർഷൻ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ വട്ടവടയാണ്. കാരണം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാടും പുൽമേടൊക്കെയാണ് കേട്ടോ. ഇവിടെ തന്നെയായിട്ട് ഈ ഒരു പാമ്പാടിച്ചുള്ള നാഷണൽ പാർക്കിൽ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഈ ഒരു ട്രെയിനിങ് സെൻ്ററാണ് ഈ കാണുന്നത്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് പബ്ലിക്കിനായിട്ട് സ്റ്റേക്കുള്ളൊരു സംവിധാനം കൂടെ ഇവിടെ നമുക്ക് ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന തന്നെയാണ്. ഈ ഒരു പോർഷനിലൊക്കെ ശരിക്കും ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ മരങ്ങളൊക്കെ നോക്കി നമ്മളൊരു അബ്രോഡ് കൺട്രിയിൽ പോണ ഒരു ഫീലാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അടിപൊളിയാണ്. ഇനി ഈ ഒരു കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റൊരു കാട്ടിലേക്ക് ചെല്ലും കേട്ടോ.
അങ്ങനെ ആ ഒരു പുൽമേട്ടിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നീട് കയറി ചെല്ലുന്നത് ഇതുപോലൊരു കാട്ടിലൂടെയാണ് കേട്ടോ. ഒരു യൂക്കാലിപ്റ്റസ് കാട്, 2 സൈഡിലും നല്ല കൂറ്റൻ യൂക്കാലിപ്റ്റസ് നിന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കുഞ്ഞു വഴി കൂടെ ഭയങ്കര ഭംഗിയുള്ളൊരു വഴി, എന്താ പറയുക, അയ്യോ ഒരു രക്ഷയില്ലാത്ത വഴി കൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ദെൻ ഫൈനലി നമ്മൾ വട്ടവടയിൽ എത്തി കേട്ടോ. ഇതാണ് വട്ടവടയിലെ ആ ഒരു ഗ്രാമക്കാഴ്ച എന്ന് പറയുന്നത്. തട്ടായിട്ടുള്ള കൃഷിയും കുഞ്ഞു കുഞ്ഞു വീടുകളും. ഇവിടെ ഇപ്പോൾ വീടിനേക്കാൾ അധികം റിസോർട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ വട്ടവടയിലെത്തി. ഇനി നമ്മൾ വട്ടവടയിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലാണ്. ഇത് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് കോവിലൂർ പാലസിലാണ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ വട്ടവടയിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോവിലൂർ എന്ന് പറയുന്ന കൊച്ചൊരു ഗ്രാമം. ഈ കോവിലൂർ ഗ്രാമത്തിലൂടെ വേണം നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റേയുടെ പ്ലേസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഫൈനലി അങ്ങകലെ നേരെ ടോപ്പിലായിട്ട് ഒരു ഷീറ്റ് കാണുന്നില്ലേ, ഗ്രീൻ കളറ്, അവിടെയാണ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. ആ ഒരു വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.